റിവ്യൂസിന്റെയും നെഗറ്റീവ് വീഡിയോസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒലിവിയ ഡിസൈൻസ് അവരുടെ ഓൺലൈൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾക്കറിയാം 2 ദിവസമായിട്ട് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് എവിടെയും യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അവരുടെ ഉടമ അവരുടെ പേജിലൂടെയാണ് ഒരു വീഡിയോ ഇട്ട് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 വർഷക്കാലം വേൾഡ് വൈഡായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലിവിയയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത്. അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും. മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു 3 വർഷക്കാലം ഈ ഒരു ഓൺലൈനിന് വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. 8,000-10,000 സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം, ഇന്നത്തെ ബിസിനസിന്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ്. അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പേജ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാ പേജിൽ ഒരു കുട്ടിയല്ല കൺമണി ഒരു വീഡിയോ ഇട്ടിരുന്നു. അടൂരുള്ള ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ കുട്ടി വീഡിയോ ഇട്ടിരുന്നത്. അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് ആണ് ഇപ്പൊ ഇതെല്ലാം പ്രശ്നങ്ങൾ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ് ആണ്. ഇവിടെ പുല്ല് വെട്ടുവാണ് കേട്ടോ, അതിന്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുല്ല് വെട്ടരുതെന്ന് നമുക്കിവിടെ അയലൊക്കത്ത് പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. കമന്റ് ഇതൊക്കെയാണ്. ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക, ദൈവത്തെ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോയാൽ എന്റെ എക്സ് ഫോൺ കേടായിപ്പോയി, അത് നന്നാക്കിയാൽ പലതും ഞാൻ തെളിവോടെ അയച്ചു തന്നേനെ എന്ന് ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് മാത്രമാണ് അവിടെ ജോലിയുള്ളൂ. കാരണം പെൺകുട്ടികളുടെ കുർത്ത വെക്കുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും അവിടെ പെൺകുട്ടികളെ മാത്രമാണ് ജോലിക്ക് എടുക്കാറുള്ളൂ. പിന്നെ 28 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ജോലി കൊടുക്കാറുള്ളൂ. അതൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. പിന്നെ 10-25,000 രൂപ സാലറി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, ചിലർക്ക് 40,000 സാലറി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കമന്റ്സിലോട്ട് വരുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞു തരാം അവിടെ നടക്കുന്നത് എന്താണെന്ന്. ബിക്കോസ് ഞാൻ അവിടെ നിധി എന്ന പേരിൽ വർക്ക് ചെയ്ത എക്സിക്യൂട്ടീവ് ആണ്. അവിടെ ഒരേ പേരിൽ 2 പേര് പറ്റില്ല, അപ്പോൾ പേര് മാറ്റണം. 25,000 പ്ലസ് സാലറി, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, 3 അവർ മാത്രം വർക്ക്, ബാക്കി എൻജോയ്മെന്റ് ടൈം, ഫുൾ ഫ്രീഡം, ചാരിറ്റി റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ആളുകളെ എടുക്കുന്നത്. ഇപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് കാണാം എന്റെ പേരിൽ അവർ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് എന്റെ ഫോണും സിമ്മും വെച്ചിട്ട് അവർ നമ്മൾ നിർത്തി പോരുമ്പോൾ നമ്മുടെ ഫോൺ അവിടെ വാങ്ങി വെക്കും. സംശയമുണ്ടെങ്കിൽ നമ്പർ തന്നിട്ടുണ്ട്, ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് നോക്കൂ. എന്റെ നമ്പറാണ്. അവിടെ ജോബിന് പോയപ്പോൾ എന്റെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ചെലവായി. എന്റെ ഒരു മാല പണയം വെച്ചിട്ടാണ് ഞാൻ അവിടെ ആവശ്യത്തിന് പൈസ എടുത്തത്. ബിക്കോസ് 2 ഫോൺ വേണമായിരുന്നു, പേഴ്സണൽ യൂസിനും ബിസിനസ് ചെയ്യാനും വേറെ ഫോണും. ഫോണൊക്കെ അവിടുന്ന് തരുന്നത് പോലെയാണ് അവരുടെ റീലൊക്കെ. നയാ പൈസ അവരുടെ അല്ല, സ്വന്തം പൈസയ്ക്ക് ഫോൺ മേടിക്കണം. പിന്നെ പൈസ ഇല്ലാത്തവർക്ക് 10,000 ചെക്ക് തരും, അതിന് 20,000 മേടിച്ചു എന്ന് പറഞ്ഞ് 100 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അവിടെ സാലറി എന്നൊരു പരിപാടി ഇല്ല, കമ്മീഷനാണ് എല്ലാം. 1 രൂപ പെർമനന്റ് സാലറി ഇല്ല. ഇത്ര രൂപയുടെ ബിസിനസ് ചെയ്യുന്നു, അതിന്റെ 10% ആണ് ഒരു ദിവസത്തെ സാലറി. 1 മന്ത് 3 lakhന്റെ ബിസിനസ് ചെയ്തില്ലെങ്കിൽ കമ്മീഷന്റെ നേരെ പകുതി മാത്രമേ തരൂ. അതായത് നമ്മൾ രാപ്പകലില്ലാതെ അവിടെ അധ്വാനിച്ച് ഒരു 30,000 രൂപയുടെ ജോലി ഒരു മാസം ചെയ്താൽ അതിന്റെ പാതി, അതായത് 15,000. അതിനും ഉച്ചക്കത്തെ മാത്രം ഫുഡിന്റെ 1,600 പ്ലസ് 1,600 ഈസിക്വൽ ടു 3,200. നെക്സ്റ്റ് മന്ത് ഉച്ചയ്ക്ക് കഴിക്കുന്ന വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. കഴിക്കാനുള്ളതിൻ്റെയും ഈ സാലറിയിൽ നിന്ന് കട്ടാക്കും. പിന്നെ രാവിലെയും വൈകിട്ടും രാത്രിയും വെളിയിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയണേൽ ഫുഡ് ഫ്രീ അല്ല എന്ന് നമുക്ക് ഈ ഒരു കമന്റിൽ നിന്ന് മനസ്സിലാക്കാം. രാവിലെയും വൈകിട്ടും രാത്രി, ഉച്ചയ്ക്ക് മാത്രമാണ് ഫുഡ് കിട്ടുള്ളൂ. അതിന് സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുക്കണം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഈ പണി ചെയ്യുന്നെന്ന് ഓർക്കണം. ഒരു പ്രേതാലയം പോലെ ഒരു ഹോസ്റ്റൽ, അത് ഞാൻ നിന്ന ടൈമിൽ 1,500 ആയിരുന്നു ഒരാളുടെ റെന്റ്. ഇപ്പൊ കൂട്ടി കാണും, അറിയില്ല. ഫോൺ സ്വന്തം പൈസക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിർത്തി പോരുമ്പോ അവിടെ കൊടുത്തിട്ട് വരണം. അതെവിടത്തെ ഏർപ്പാട്? സ്വന്തം പൈസക്ക് ഫോൺ മേടിച്ചിട്ട് നിർത്തി വരുമ്പോ അവിടെ കൊടുത്തിട്ട് വരണമെന്നോ? ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് മാക്സിമം സാലറി നിന്ന് പിരിയും. എന്നിട്ട് പറയും റിസൈൻ ചെയ്ത 60 ദിവസം കഴിഞ്ഞ് കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലേൽ തരാന്ന്. 60 ദിവസം കഴിഞ്ഞ് ചെന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് അവർ ഓരോന്നൊക്കെ പറഞ്ഞ് കട്ടാക്കിയിട്ട് കൊടുത്തത് വെറും 2,000 രൂപയാണ്. വേറൊരു ഫ്രണ്ടിന് വണ്ടിക്കൂലിക്ക് പോലുമുള്ള ക്യാഷ് കൊടുത്തില്ല. അടുത്ത കമന്റ് നോക്കിക്കോട്ടോ. വെളുപ്പ് കറുപ്പ് എന്ന വേർതിരിവുള്ള ഷോപ്പാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡ് ബയോഡാറ്റ 2 വെക്കുന്നത്. ഒന്ന് കറുപ്പ്, മറ്റൊന്ന് വെളുപ്പ്. വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലാതെ ഉള്ളവരോട് പറയും വിളിക്കാം എന്നാണ്. ഇതാണ് ഒലിവിയയിലെ ഇന്റർവ്യൂ. ഇത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എന്റെ ദൈവമേ,
ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ട്. മുസ്ലിമുകൾക്ക് ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഉടമയോട് കാര്യം ചോദിച്ചപ്പം അവരുടെ ഭർത്താവ് പറഞ്ഞത് മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിന്നോ, അങ്ങനെയൊക്കെ കമന്റ്സ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നല്ലത് പറയുന്നത് വളരെ കുറച്ചാണ് കേട്ടോ. അപ്പം ഇവരുടെ ഡ്രസ്സിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയുന്നില്ല. ഇവരുടെ ജോലിക്ക് വന്ന ആളുകളുടെ കംപ്ലൈന്റ്സ് ആണ് മൊത്തം. ഇവര് ഫ്രീ ആൻഡ് ഫുഡും അക്കോമഡേഷനും ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ കംപ്ലൈന്റ്സ് വന്നിരിക്കുന്നത്. ഒരു 4 മാസം മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, മറുനാടൻ ചാനലിലാണ് ഇതിന്റെ വാർത്ത കൂടുതലും നമ്മൾ കണ്ടത്. അവിടെ വന്ന 50% ഭിന്നശേഷിയുള്ള ഒരു പെൺകുട്ടിയെ പട്ടിയും കോഴിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്റെ പരിമിതി ഒന്ന് മനസ്സിലാക്കണം. എന്താണേലും 50% ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ചു എന്നൊരു കേസ് അവരുടെ പേരിൽ വന്നിരുന്നു. അതല്ലാതെ 3 വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു വേറെയും അവിടുത്തെ സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചു എന്ന തരത്തിലൊരു വാർത്തയും ഒരു കേസും അവരുടെ പേരിൽ വന്നിരുന്നു. ഇപ്പൊ ആ കേസൊക്കെ ഉണ്ടോ തേച്ചു മാഞ്ഞു പോയോന്ന് അറിയത്തില്ല. മറുനാടന്റെ വന്നേക്കുന്നത് ഒരു ജാമ്യമില്ലാ പ്രകാരം കേസെടുത്താണ്. ഒരു CPM നേതാവിന്റെ ഒരു വിളിയുടെ പുറത്ത് ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറയുന്ന രീതിയിലും വാർത്തയൊക്കെ കണ്ടു. നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും ഡ്രസ്സിനെ കുറിച്ച് ഒരു കംപ്ലൈന്റും എവിടെയും കണ്ടിട്ടില്ല. ഡ്രസ്സ് എല്ലാം അടിപൊളിയാണെന്നാണ് എല്ലായിടത്തും വരുന്നത്. ഇപ്പോ ഒലിവിയ ഡിസൈൻസിന്റെ ഉടമയായിട്ടുള്ള സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയിൽ അവർ വീഡിയോ ഇട്ടിട്ട് അതിന്റെ താഴെ ഒരു കമന്റ് അവരോട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കട്ടവനും കൊല ചെയ്യുന്നവനും കള്ളക്കടത്ത് നടത്തുന്നവനും ജീവിക്കാം. ഒരു വെബ്സൈറ്റിൽ കൂടി തുടങ്ങിയെങ്കിൽ ഞാൻ ഇത് അനുഭവിക്കുമോ? വെബ്സൈറ്റ് ത്രൂ അല്ല ഇവരുടെ വിൽപ്പന. എത്ര രൂപ ലാഭം ഇത്രയും ചെറുപ്പക്കാരായ കുട്ടികളെ വെച്ച് ഈ പറയുന്ന ആരെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെ ഞാനും വരാം. ഏതൊക്കെ സ്ഥാപനത്തിൽ വേണേലും അവിടെയൊക്കെ സ്റ്റാഫുകളെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്തിനാ ഈ തെറിവിളി കേൾക്കുന്നേ? വാ, നിങ്ങൾ എല്ലാവരും വാ, വരുന്നവരെ ചിലവ് ഞാൻ തരാം. എന്നിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പോകൂ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് എന്നെ ക്രൂശിക്കൂ. ഞാൻ ആരിൽ നിന്നും കൊള്ള ലാഭം വാങ്ങുന്നില്ല. ആദ്യം ക്യാഷ് മേടിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തുണിയും കൊടുക്കുന്നില്ല. ആദ്യം 1 രൂപ വാങ്ങി ചാരിറ്റി ചെയ്യുന്നില്ല. ജനിച്ചു വളർന്ന അന്ന് മുതൽ എന്റെ നാട്ടിൽ ആ ജോലി ചെയ്യുന്നത്. എല്ലാവരുടെയും വേദന കേട്ട് ഭർത്താവ് കളഞ്ഞവരെ, വീട്ടുകാർ ഉപേക്ഷിച്ചവരെ എന്റെ കൂടെ മാസങ്ങൾ നിന്നിട്ട് ഇറങ്ങി കഴിയുമ്പോൾ വായി വരുന്ന ഫുൾ പറയുക. എന്താ അവർ നിയമപരമായി പോകൂ, കോടതിയിൽ തെളിവ് കൊടുത്ത് എന്നെ ശിക്ഷിപ്പിക്കൂ. എനിക്കിനി വയ്യ. ഇത്രയും പിള്ളേരെ ഓർത്ത് പിടിച്ചു നിന്ന് അവരോട് നാളെ മുതൽ വരണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി വയ്യ. അവർക്ക് നിങ്ങൾ ആര് വേണമെങ്കിലും ജോലി നൽകിക്കോളൂ. ജീവിതത്തിൽ ഒരു പാഠം പഠിച്ചു. ആർക്കും നന്മ ചെയ്യരുത്. കൊള്ളലാഭം മേടിച്ചിട്ട് വെബ്സൈറ്റ് വഴി ബിസിനസ് ചെയ്ത് എല്ലാവരും മിടുക്കർ. അവരോട് ബഹുമാനം തോന്നുന്നു. വീഡിയോ ചെയ്യുന്നവരോട് നിങ്ങൾ ഒരാൾ പറയുന്ന മാത്രം കേട്ട് ഒരു സ്ഥാപനം തകർക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് അന്വേഷിക്കൂ. നാളെ എല്ലാത്തിനുള്ള മറുപടിയായി ഞാൻ വരും വീഡിയോയിൽ കൂടി. എന്നെ സ്നേഹിച്ച എല്ലാ നല്ലവരോടും നന്ദി, സ്നേഹം മറക്കരുത് ഒരിക്കലും. എപ്പോഴും ആ സ്നേഹം ഉണ്ടാവണം. മാക്സിമം നോക്കി പറ്റാഞ്ഞിട്ടാ ദൈവമേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വീണ്ടും കമന്റ്സ് ചെയ്യുന്നുണ്ട്. എന്റെ ദൈവമേ സഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്കിപ്പോഴും സത്യം എന്താണെന്ന് അറിയില്ല കേട്ടോ. അതാണ് ഇവിടെ പറയേണ്ട കാര്യം. കുറെ പേര് കമന്റ് ഇടുന്നുണ്ട്, എന്നാൽ ഇവരാരും തെളിവുകളായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞ കുട്ടി ഇട്ടിട്ട് ഇതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് വരാമെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ സത്യം എന്താണെന്ന് അറിയാതെ ഒരാളെയും പോയിട്ട് ക്രൂശിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കമന്റ് ഇടാൻ കാണിച്ച ധൈര്യം ഇവരൊക്കെ മുമ്പോട്ട് വന്ന് തെളിവ് സഹിതം ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിയമം അത് അടിച്ചമർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായ സ്ഥിതിക്ക് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് അത് സത്യം തെളിയിക്കാനും നമുക്ക് പറ്റുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നല്ലൊരു സ്ഥാപനമാണെങ്കിൽ അത് നിന്ന് പോകാതെ ഇരിക്കട്ടെ. അതല്ല, ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെ നന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ ന്യായമുള്ള ആളുകൾ ജയിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതൊക്കെ തെറ്റാണെങ്കിൽ നമ്മളെല്ലാരും കൂടെ കളയുന്നത് ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആണ്. ഒത്തിരി പേരുടെ ഒരു ജീവിത വരുമാന മാർഗ്ഗമാണ് നമ്മൾ നിർത്തിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ.